ഒരു മറ്റു മതസ്ഥനോട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളോട് കാശ് ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെ ചിലവഴിക്കണത് എന്നോടെക്കുറിച്ച് ഞങ്ങൾക്ക് അതെങ്ങനെ ചിലവഴിക്കാമെന്ന്. അതായത് അദ്ദേഹം പറഞ്ഞ ഇതാണ്, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനേ പറഞ്ഞുള്ളൂ, എങ്ങനെ ഉണ്ടാക്കാം, അതാണ് കാശ് എങ്ങനെ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യും, എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും. അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഫലങ്ങൾ അത് ചെയ്യും. അതായത് ചീത്തഫലങ്ങൾ ഉണ്ടാക്കുന്നതിന് ചീത്തഫലങ്ങൾ ഇപ്പം നിനക്ക് ഇട്ടിരിക്കുന്ന പണം കൊണ്ട് നീ ഇപ്പം അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസൊക്കെ ഈ ബാറൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ? അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ബാർ അവർ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പോകണം. വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. എങ്ങനെ ക്രിസ്ത്യൻസ് ബാർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. ഉദയംപുരം സൂനദോസിൽ ഇവിടെ നേരത്തെ കള്ള് കച്ചവടമൊക്കെ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ഉദയംപുരം സൂനദോസ് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇടക്കാലം കൊണ്ട് വീണ്ടും പഴയ തിന്മകൾ ക്രൈസ്തവ സഭയെ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ബിസിനസ്സും ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ നീ ആ ബിസിനസ്സുമായിട്ട് പോയിട്ട് സഭയിൽ നിന്ന് പോയിട്ട് ചെയ്യുക. സഭയുടെ അകത്ത് നിന്നുകൊണ്ട് നിനക്ക് ബാർ കച്ചവടം നടക്കത്തില്ല, അത് സിമ്പിളല്ലേ. ഞാൻ എൻ്റെ പ്രവർത്തനോട് എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ സഭയിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ സഭയുടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മ്ലേച്ഛമായ ലാഭങ്ങൾ ഒഴിവാക്കുക. ലാഭം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട്, ആ ചിലത് മ്ലേച്ഛമായിരിക്കും, സുവിശേഷ വിഹിതമായിരിക്കത്തില്ല. അപ്പം അത് നിലപാട് തന്നെയാണ് ചെയ്യുക, സുവിശേഷ വിഹിതമായ നിലപാടാണത്. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത്, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ. എൻ്റെ മക്കൾ ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ ജീവിക്കാൻ നല്ല വൃക്ഷം നല്ല ഫലം തരുമെന്ന് പറഞ്ഞില്ലേ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരാണ് നമ്മുടെ ഭീഷണി, അല്ലാതെ പിശാചല്ല ഭീഷണി. അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കുമെന്നുള്ളത് അത് അനായാസമാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അത് അത്ര നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയണത്, സുവിശേഷ സാക്ഷ്യം ജീവിക്കുക എന്ന് പറയണത് കർത്താവിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അത് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് സാധ്യമാണ്, അസാധ്യമായ കാര്യമല്ലത്.